ആക്രമിച്ച് അധിക്ഷേപ ഭാഷയിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാനിപ്പോൾ അതിനിപ്പോൾ എന്താ ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റുകയെന്ന് നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക, ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം. വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ. എനിക്ക് അതുമായിട്ട് അത്ര ബന്ധമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്നത് വർക്കാവുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ജോലി വർക്കാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമായിട്ട് തന്നെ അതിനും അങ്ങനെ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത്, ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ ഒരു സാധനമാണെന്ന്. അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാനെ. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടിയിലുണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാൻ. എന്തൊക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണേ. നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് മറന്നുപോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അനുരാജ് മനോഹറാണ് അതിൻ്റെ ഡയറക്ടർ. ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക, പടം പോയിട്ട്.